എന്നാലും മോനെ ആ മാളവിക ഇങ്ങനത്തെ ഒരു ടൈപ്പാണെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി കരുതിയിട്ടില്ല കേട്ടാ. ഒരുത്തൻ സ്വപ്നം കാണാറുള്ളതിന്റെ പ്രശ്നമാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഹേമ ആന്റിയും കൂടെ സ്വപ്നത്തിൽ കാണണമെന്ന് പറഞ്ഞാൽ കുറെ കഷ്ടമാ കേട്ടോ. മമ്മി ചിന്തിച്ചിട്ടും കൂടി ഇല്ലാന്നാണ് ഈ പറഞ്ഞതിന്റെ മലയാളത്തിലെ അർത്ഥം. ഓ അങ്ങനെയോ? നമുക്ക് കാണുന്ന ആളുകളുടെ സ്വഭാവം പോലും എന്താന്ന് ശരിക്കും പിടികിട്ടുന്നില്ല, പിന്നല്ലേ ഒരിക്കലും കാണാത്തൊരു പെണ്ണിൻ്റെത്. അല്ല, എന്റെ സ്ഥാനത്ത് മമ്മി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കേരളീശ്വരൻ കോവിലിൽ പോയിട്ട് മനസ്സുരുക്കി അങ്ങോട്ട് പ്രാർത്ഥിക്കും. നിനക്കൊരു കാര്യം അറിയോ, മുമ്പ് ഇതുപോലെ എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതാണ്. എടാ ഇതൊക്കെ വെറും അന്ധവിശ്വാസാണ്. അല്ലല്ല, ശരിക്കും പണ്ടത്തെ കാലത്തൊക്കെ കല്യാണം കഴിച്ചോടനെ കുട്ടിയായോ എന്നുള്ള ചോദ്യം വരും. പോരെങ്കിൽ എനിക്ക് ഇത്തിരി വണ്ണം ജാസ്തിയുള്ളതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് വർമ്മയെടുത്ത് ആരോ പറഞ്ഞു കൊടുത്തത്. അതാരോ അങ്ങനെ പറഞ്ഞേ? എനിക്കറിയില്ലടാ, ഏതെങ്കിലും ബന്ധുക്കളോ ഫ്രണ്ട്സോ ആയിരിക്കും. ഞങ്ങളുടെ കേസില് കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലായിട്ടും ഒരനക്കം ഉണ്ടായില്ല. ഓ അപ്പൊ ഇവനെ ദത്തെടുത്തതാണല്ലേ? ഞാനൊന്ന് പറയട്ടെ അന്നുവേ. ഒരു ദിവസം ഞാൻ കേരളീശ്വരം കോവിലിൽ പോയി മനസ്സുരുക്കി അങ്ങോട്ട് പ്രാർത്ഥിച്ചു. തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്കെന്തോ അസ്വസ്ഥത. രാവിലെ ഭക്ഷണം കഴിക്കാത്തതിന്റെ ആണെന്നാണ് തോന്നിയത്. പക്ഷെ പരിശോധിച്ചപ്പോഴാണ് അറിഞ്ഞത് ഞാനൊരു അമ്മയാവാൻ പോണോന്ന്. ഓ അപ്പൊ ഇവൻ അനാഥനല്ല. അനാഥനായിരുന്നെങ്കിൽ അനാഥനും കൂടെ കെട്ടിക്കോട്ടെ എന്ന് അങ്കിളിനോട് ചോദിക്കാമായിരുന്നു. മോനെ, നീ അമ്പലത്തിലൊന്ന് ചെന്ന് പ്രാർത്ഥിക്ക്. വിളിച്ച വിളി കേൾക്കണ ദൈവാണ്, അത്ര ശക്തിയാ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം? 24 മണിക്കൂർ കഴിയാൻ ഇനി ഏതാനും മിനിറ്റുകളേ ഉള്ളൂ. അത് ശരിയാ, പപ്പയ്ക്ക് നല്ല കടുംപിടുത്തോ, അതുകൊണ്ട് വാക്കു മാറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് കടുംപിടുത്തുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഹേമ ഡാർലിംഗ്, നീയാണോ? അല്ല, ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല. ഉണ്ടങ്കിൾ, ഞാൻ പറയാം. അങ്കിളിനോട് ഇവൻ 24 മണിക്കൂർ സമയം ചോദിച്ചില്ലേ, അത് കുറഞ്ഞു പോയി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവൻ പറയാന് ഹേമേന്റെ ആയിരുന്നെങ്കിൽ കൂട്ടി കൊടുത്തേനെ, അങ്കിള് കടുംപിടുത്തക്കാരനാണ്, അതുകൊണ്ട് കൂട്ടി കൊടുക്കില്ലാന്ന്. എന്നേക്കാൾ കൂടുതൽ ചായ് വീച്ചുവിനിപ്പോ ഹേമയോടായോ? സമ്മതിക്കില്ല ഞാൻ. അല്ല, ഡ്യൂപ്ലിക്കേറ്റ് മാളവികയല്ലേ ഇവൻ ഒറിജിനൽ ആണെന്ന് വിശ്വസിച്ചിരിക്കണേ. അപ്പോ സമയം കൂട്ടി കൊടുത്താൽ എന്താ പ്രശ്നം വരിക? അവളെ തേടി പോവാൻ ഇനി ഒരു ചാൻസും ഇല്ലല്ലോ. ആഹാ, പപ്പയെ പറ്റി മോന് ഭയങ്കര തെറ്റിദ്ധാരണയാണല്ലോ. 24 മണിക്കൂർ പോരെങ്കിൽ പറഞ്ഞാ പോരെ, 48 72 മണിക്കൂർ വേണമെങ്കിൽ എടുത്തോളൂ. സത്യാണോ പപ്പ? താങ്ക് യു സോ മച്ച്, യു ആർ സോ സ്വീറ്റ്. അല്ല, നിങ്ങളിപ്പോ സമയം കൂട്ടിക്കൊടുത്തതില് എന്തേലും കാരണം? വരുന്ന ബുധനാഴ്ച നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് കേൾക്കണു. അന്ന് സ്നേഹയുടെ ഇവന്റെ രജിസ്റ്റർ മാരേജ് കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അതുവരെ ഇവൻ അടിച്ചു പൊളിച്ച് നടക്കട്ടേന്നേ. പപ്പ എന്തി പറയുന്നേ? ബുധനാഴ്ച എന്ന് വെച്ചാൽ വളരെ അടുത്തില്ലേ? അതെ, നമ്മുടെ ബന്ധുക്കളെ ആരെയൊന്നും വിളിക്കാൻ കൂടി സമയം കിട്ടില്ലല്ലോ. അതിപ്പോ അച്ഛന് വയ്യാണ്ട് കിടക്കണോണ്ട് നമ്മൾ ഏറ്റവും അടുത്ത കുടുംബക്കാര് മാത്രം ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കണു, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാ 4 പേര് അറിഞ്ഞിട്ടുള്ള ഗംഭീരായിട്ടുള്ള ഒരു കല്യാണേ പിന്നീട് നടത്തിയാ മതിന്ന്, നിങ്ങളുടെയൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട്. ഈ കെ ഡ്രാമയിലൊക്കെ എഗ്രിമെന്റ് മാരേജ് കേട്ടിട്ടുണ്ട്. ഇത് അതുക്കും മേലെ ആയി പോയല്ലോ. അന്നുവിന് പിടികിട്ടിയല്ലോ. എന്താ വർമ്മ ഈ പറയണേ? ആദ്യം ഒരു രജിസ്റ്റർ മാരേജ്, പിന്നീട് ശരിക്കുള്ള കല്യാണം എന്നൊക്കെയോ? ഇത് ലോകത്ത് നടക്കാത്ത സംഭവമൊന്നുമല്ല ഹേമേ. ഈ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അതിൽ കുറെ പേർക്ക് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു കഴിയുമ്പോൾ വീട്ടുകാരങ്ങനെ എത്തും. നാട്ടുകാരറിയാത്തടത്തോളം കാലം രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് വന്നിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് വീണ്ടും ഒരു ഗംഭീര കല്യാണം അങ്ങോട്ട് കഴിപ്പിക്കും. അശോ, അപ്പോ ഹണിമൂൺ കഴിഞ്ഞിട്ടായിരിക്കും ആ കല്യാണം? ചിലപ്പോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവന് 2 കുട്ടികളായിട്ട് കെട്ടിച്ചാ മതി. പാവങ്ങൾ, അവർക്കും കൂടി ഇവന്റെ കല്യാണം കാണാമല്ലോ. ഏത്? എന്തു വാടാ? അല്ലടാ, നമുക്കോ നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും കല്യാണം കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. നിനക്കതുണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനൊരു കല്യാണം ഞാൻ സമ്മതിക്കില്ല. നോക്ക്, ഇവന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞാൻ ആവശ്യത്തിന് സമയം കൊടുത്തു കഴിഞ്ഞു. ബുധനാഴ്ചയ്ക്ക് അപ്പുറം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇവൻ സ്നേഹയുടെ കഴുത്തി താലി കെട്ടിയിരിക്കും. അതിനാരെങ്കിലും തടസ്സം നിന്നാല് ഞാൻ അവരെ വെട്ടി മാറ്റിയും ഇരിക്കും. മഹേന്ദ്രനായി പറയണത്. എടാ നീ വിഷമിക്കണ്ട, സമയം കൂട്ടി തന്നില്ലേ, നമുക്ക് അവളെ കണ്ടുപിടിക്കാം. ഓ അത് ശരിയാണല്ലോ, ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? അയാള് സമയം കൂടുതൽ തന്നെ എന്തിനാണെന്നാണ് മോന്റെ വിചാരം? അതിനകത്ത് നമുക്ക് എന്റെ പെണ്ണിനെ കണ്ടുപിടിക്കാം. എങ്ങനെ? മമ്മി, നമുക്ക് എത്രയും പെട്ടെന്ന് മാളുവിന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോവാം. അതിന് മാളു അല്ലേടാ ഇന്ന് നിന്റെ കോളേജിലേക്ക് എത്തിയത്. ഇനിയിപ്പോ എന്തുകൊണ്ടാണ് നീ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോണത്? പറയും പോലെ അത് ശരിയാണല്ലോ. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് മാളുവാണ് എന്റെ പെണ്ണെന്ന് വിശ്വസിച്ച് പോയുണ്ടാവും. അവളെ നേരിട്ട് കണ്ടിട്ടും എനിക്ക് ആ ഒരു വിശ്വാസം മാറ്റാൻ പറ്റാതെ പോയത്. എടാ, അത് മാറ്റിയല്ലേ ഇനി പറ്റൂ. അതെ, പക്ഷേ ആരാ എന്റെ പെണ്ണെന്ന് എനിക്ക്
പൊന്നു മോനെ, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ശരി, ഒന്ന് ചെന്ന് അമ്പലത്തിൽ പ്രാർത്ഥിക്കുക. അമ്മയുടെ ഒരു അപേക്ഷ ഇത്. ഇനി എന്താവുന്ന അടുത്ത എപ്പിസോഡിൽ